നന്ദ്യാർ വട്ടപ്പൂ ചിരിച്ചു നാട്ടുമാവിൻ്റെ ചോട്ടിൽ നിന്റെ നാണം കണ്ടു ജനം ചിരിച്ചു നാലും കൂടിയ മുക്കിൽ. ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഒരു കൊഴുക്കട്ടയാണ് കേട്ടോ. ആ വളരെ മനോഹരമായ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കൂ. 5 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച മട്ട അവൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. മട്ട അവലിൽ കാർബോഹൈഡ്രേറ്റ് കുറയും. ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർക്കുക. ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് എല്ലാം ഒന്ന് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി 10 മിനിറ്റ് നേരം മാറ്റിവെക്കുക. വളരെ സ്വാദിഷ്ടമായ ഒരു കൊഴുക്കട്ട തയ്യാറാക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ടുള്ള നടപടികളാണ് ഇത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ ദോശയും ഇഡ്ഡലിയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായി മുറിച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക, തക്കാളി ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക, മല്ലിയില ചേർത്ത് കൊടുക്കുക, ചെറുതായി മുറിച്ച ഒരു സവാള ചേർത്ത് കൊടുക്കുക, അല്പം പലക്ക് ചീര. ഇതിന് അത്യുത്തമമാണ് പലക്ക് ചീര. അപ്പോൾ പലക്ക് ചീര കടകളിലൊക്കെ വളരെ സുലഭമായി ലഭിക്കും. പലക്ക് ചീര, ആ പലക്ക് ചീര ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക, തേങ്ങ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഹൈ പ്രോട്ടീനുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. ഈ പച്ചക്കറി വിഭവങ്ങളൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ഇത് ഹൈ പ്രോട്ടീനുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ക്രഷ് ചെയ്ത വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെച്ചെടുത്തതിന് ശേഷം ഇത് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കുക. ശേഷം ഇത് അപ്പച്ചമ്പിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഈ മനോഹരമായ ഈ കൊഴുക്കട്ട കുഞ്ഞുങ്ങൾ നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. അതിൽ അല്പം എണ്ണ ഒഴിച്ച് അതിൽ കടുകുകൾ നിക്ഷേപിക്കുക. അപ്പോൾ കടുകുകളൊക്കെ ആഹ്ലാദാരവങ്ങളോടെ പൊട്ടിത്തകരുമ്പോൾ അതിലേക്ക് അല്പം എള്ള് ചേർത്ത് കൊടുക്കുക. അത് കറുത്ത എള്ളോ വെളുത്ത എള്ളോ ഏതും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഈ കൊഴുക്കട്ട കുട്ടന്മാരെ ഈ പാത്രത്തിലേക്ക് ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്ത് ആ എണ്ണയൊക്കെ എല്ലാ കൊഴുക്കട്ടകൾക്കും പറ്റിപ്പിടിച്ചതിന് ശേഷം ഈ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമായ കൊഴുക്കട്ട കഴിക്കാവുന്നതാണ്. കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ കൊഴുക്കട്ട അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, അത് വളരെ സോഫ്റ്റാണോ എന്നൊക്കെ നോക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കി നോക്കൂ. ശുഭദിനം.